മനുഷ്യരെങ്ങനെയല്ല ഈ പറഞ്ഞ ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ ലാർജ് സ്കെയിലിൽ കൊന്നൊടുക്കുന്ന സ്വന്തം സ്പീഷീസിനെ കൊന്നൊടുക്കുന്ന ഒരു ഏർപ്പാട് വേറൊരു സ്പീഷീസിന് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴും സയണിസം വർക്ക് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നമ്മളുടെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്ന അവർ ചെയ്യുന്ന ഒരു വലിയ സമരമാണത്. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കാൻ വകയില്ലാതെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനകത്ത് പോലും ഒരു അടുത്ത തലമുറയെ അത് ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആലോചിക്കാൻ കഴിയാത്ത സാധനമാണ്. ഒരു ടെൻറ്റിനകത്ത് 15-25 പേരൊക്കെയാണ് ജീവിക്കുന്നത്. അതിനകത്തു നിന്നാണ് ഒരു കുട്ടി ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാക്കുന്ന ഒരു മുഹൂർത്തങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സാധിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും ഒരു സമയം ഉണ്ടാക്കിയിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മൊത്തം ഒരു സമൂഹം എടുക്കുന്ന ഒരു എഫേർട്ട് ഒരു കുലം നിലനിർത്താനോ ഇല്ലെങ്കിൽ സ്പീഷീസ് നിലനിർത്താനോ എന്ന് പറയുന്നത്. ഡോക്ടറിൻ്റെ ഈ എക്സിബിഷൻ ദ ലാസ്റ്റ് സ്കൈ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ എന്നതിനപ്പുറം എങ്ങനെയാണത് വ്യത്യസ്തമായിരിക്കുന്ന ഒന്ന്. പിന്നെ ഡോക്ടർ എന്ന് മുതലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഗാസയുടെ ജീവിതം ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്? ഞാനിത് ഇങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ വർക്കിൽ പോയി തുടങ്ങിയിട്ട് 2005 മുതലൊക്കെയാണ് പോകുന്നത്. 20 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഒരു 40-42 രാജ്യങ്ങളിലൊക്കെ മിക്കവാറും അതിന് ശേഷമുള്ള യുദ്ധങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലത്തുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ ആദ്യം എഴുതി തുടങ്ങിയതാണ്. പോകുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ അവർക്ക് ചിത്രം വേണം, പബ്ലിഷ് ചെയ്യുമ്പോൾ ചിത്രം വേണം. മാതൃഭൂമിയിലൊക്കെ എഴുതി തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ കുറിച്ച് എഴുതി തുടങ്ങുമ്പോൾ ചിത്രം വേണം. അപ്പോൾ ചിത്രം അങ്ങനെയാണ് ചിത്രം എടുക്കാൻ തുടങ്ങിയത്. അവർക്ക് എഴുത്തിൻ്റെ കൂടെ ഒരു ചിത്രം വേണമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് ആ ചിത്രങ്ങൾ ഇവിടെ കൊണ്ട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ അവരാണ് പറഞ്ഞത് ഇതൊരു എക്സിബിഷനാക്കുന്ന പ്രധാനമാണ് ഈ എഴുത്തും ഈ ചിത്രങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ പ്രദർശനം ചെയ്യുന്നത് അവിടുത്തെ ലൈഫിനെ, ഈ യുദ്ധത്തിനകത്തുള്ള ലൈഫ് നമുക്ക് ആൾക്കാരിവിടെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു ശ്രമം തുടങ്ങിയത്. പക്ഷെ ചിത്രങ്ങൾക്കപ്പുറം ഓരോ ചിത്രത്തിൻ്റെ കൂടെ ഒരു ജീവിതമുണ്ട്. പലപ്പോഴും ചിത്രം കാണുമ്പോൾ ആ ജീവിതം കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ നല്ല ഫോട്ടോഗ്രാഫ്സൊക്കെ വാസ്തവത്തിൽ ഒരു മൂമെൻറ്റിനെ ഭയങ്കരമായിട്ട് ഡിപ്പിക്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ ശരിക്കും ഒരു ഫോട്ടോഗ്രാഫർ ആ ഒരു മൊമെൻറ്റിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ അയാൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ പ്രത്യേകതയാണത്. അങ്ങനെയാണ് വലിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ജീവിതം വരച്ചു കാണിക്കുക എന്നുള്ളതാണ്, അവിടുത്തെ ജീവിതം വരച്ചു കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ എഴുത്തും ഈ ചിത്രവും ഈ കാണുന്ന ആളും തമ്മിൽ ബന്ധം വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രവും ഈ കാണുന്ന ആളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ എഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആൾക്കാർക്ക് പറഞ്ഞു കേട്ട് തോന്നിയിട്ടുള്ളത്, ആൾക്കാർ ഇതിനകത്ത് വായിച്ച് ചിത്രം കാണുമ്പോഴൊക്കെ പലപ്പോഴും വായിക്കില്ല. പെട്ടെന്ന് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ക്ലിക്കായി അവരത് പിടിച്ചിട്ട് പിന്നെ അവർ അതിനകത്താണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ചിത്രങ്ങൾക്കകത്ത് ഈ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട്, അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്കപ്പോൾ ശരിക്കും ആ സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലായപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ കാണുന്ന ആൾക്കാരുടെ വിഷനായിരിക്കാം. പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. നമ്മൾ പറയാനും അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ നടത്തുമ്പോഴൊക്കെ ഒരു പക്ഷേ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് കുറച്ചുകൂടെ വ്യത്യാസമാണ്. അങ്ങനെയാണ് ഈ എക്സിബിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു മുമ്പ് പല എക്സിബിഷൻസ് നടത്തി. ലിബിയയിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്, സിറിയയെ കുറിച്ചുള്ള എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്, പിന്നെ ഉക്രൈനിയൻ തൊട്ട് മുമ്പ് പോയ ഉക്രൈനെ കുറിച്ച് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യുദ്ധത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, യുദ്ധം അത് ഏത് യുദ്ധമാണെങ്കിലും നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും അത് ലോകത്തിന് കൊടുക്കുന്നില്ല. ഈ പറയുന്ന പോലെ മരണപ്പെടുന്ന മനുഷ്യരുടെ
എണ്ണം, അത് അല്ലെങ്കിൽ നശിക്കുന്ന വസ്തുക്കളുടെ നഷ്ടം, മൊത്തത്തിൽ തകർന്ന ഇൻഫ്രാസ്ട്രക്ചർ, അനാഥരാകുന്ന കുട്ടികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം അത് പെട്ടെന്നൊരു ദിവസം തുടങ്ങി പെട്ടെന്നൊരു ദിവസം ആഗ്രഹിച്ചാൽ പോലും നിർത്താൻ പറ്റാത്ത ഒരു സ്വഭാവം, അല്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ട് പിടിച്ച് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതൊക്കെയാണ് യുദ്ധത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം ഒരുപാട് പ്രതിസന്ധികൾ, പരിമിതമായിട്ടുള്ള ഒരു ഹോസ്പിറ്റല്, അല്ലെങ്കിൽ മരുന്നില്ലാതെ, ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാതെ അതിസങ്കീർണമായിട്ടുള്ള സർജറികളെല്ലാം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഡോക്ടറും ടീമും ഒക്കെ ഇങ്ങനെ അത്തരം സിറ്റുവേഷനുകളെ ഇങ്ങനെ അതിജീവിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ ഈ ഫോട്ടോസിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴേക്കും പല ഫോട്ടോസും കാണുന്നുണ്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നതിനെക്കുറിച്ചും. എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിക്കുന്നത് ഇത്തരം സിറ്റുവേഷനുകളെ? നമ്മൾ റെഡ് ക്രോസിൻ്റെ ചരിത്രമൊക്കെ ഹെൻറി ഡ്യൂറൻ്റ് ഒക്കെ ചെയ്യുന്ന 17,000-ലൊക്കെയാണ് അതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ വർക്ക് തുടങ്ങുന്നത്. യുദ്ധം എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനുഷ്യൻ്റെ ഒരു സ്പീഷീസിനകത്ത് ഇൻബിൽറ്റ് ചെയ്ത ഒരു സംഭവമായിട്ടാണ് പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ വിവിധ മനുഷ്യരോ രാഷ്ട്രങ്ങളോ മതങ്ങളോ തമ്മിലുള്ള ഇപ്പോൾ എല്ലാ കോമ്പിനേഷനും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം ഇപ്പം ഉക്രൈൻ്റെ യുദ്ധം വെച്ച് കഴിഞ്ഞാൽ റഷ്യക്കാരും ഉക്രൈനുകാരും തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. കാണുന്ന എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പുറത്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മതത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നും പോലും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ പലസ്തീൻ്റെ വേറെ വ്യത്യസ്തമായ സംഭവമാണ്, കോങ്കോയിൽ വ്യത്യസ്തമായ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ ട്രൈബായിട്ട് ജീവിക്കി തുടങ്ങുന്ന നമ്മൾ മനുഷ്യൻ്റെ തുടക്കം മുതലുള്ള ഒരു പറഞ്ഞ ഒരു സ്പീഷീസിനകത്തുണ്ടാകുന്ന ഒരു അബറേഷനായിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. അത് ആ സ്പീഷീസിൻ്റെ പ്രത്യേകതയായിട്ടാണ്. വേറൊരു സ്പീഷീസ് അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് തൊട്ട് താഴെയുള്ള ചിമ്പാൻസി ഒന്നും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നില്ല, ഗറില്ലകൾ യുദ്ധം ചെയ്യുന്നില്ല. വളരെ ചെറിയ കുറച്ചൊക്കെ ഈ പറഞ്ഞ ആൻസും ഒക്കെയാണ് അങ്ങനെയൊക്കെ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നത്. മനുഷ്യരെങ്ങനെയല്ല, ഈ പറഞ്ഞ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ ലാർജ് സ്കെയിലിൽ കൊന്നൊടുക്കുന്ന, സ്വന്തം സ്പീഷീസിനെ കൊന്നൊടുക്കുന്ന ഒരു ഏർപ്പാട് വേറൊരു സ്പീഷീസിന് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അത് അതേപോലെ തന്നെയാണ് ആ യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രവർത്തനവും. ഇതെല്ലാം ഒരു സംഘടിത പ്രവർത്തനം തന്നെ, ഒരു ഹൈറാർക്കിയിലായിട്ടുള്ള സൊസൈറ്റിയുടെ എക്സ്പ്രഷൻസാണ്. അപ്പോൾ ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രവർത്തനവും വാസ്തവത്തിൽ സംഘടിതമായി തന്നെയാണ് നടക്കുന്നത്. കൂടെ വ്യത്യാസം, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന റിസോഴ്സ് വളരെ കൂടുതലാണ്. മറിച്ച് ഈ യുദ്ധം ഇല്ലാതാക്കാനും ഈ പറയുന്ന സമാധാനം ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ചെലുത്തുന്ന റിസോഴ്സ് വളരെ കുറവാണ്. വളരെ വ്യത്യാസം. പിന്നെ ഒരു ഇത് പറഞ്ഞ ഒരു മിസൈലിനൊക്കെ തന്നെ $10 million ഒക്കെയാണ്. അപ്പോൾ ഈ $10 million ഉണ്ടെങ്കിൽ ഒരു രാജ്യം മുഴുവൻ നന്നായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന, ഒരു ദിവസമൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് 100-200 മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്, ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയ്ക്കും വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ റൈറ്റ് ഫ്രം ഇൻസെപ്ഷൻ ഒരു ഡൂംഡ് ടു ബി ഫെയിലിയർ. ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണ് വാസ്തവത്തിൽ ഹ്യൂമനിറ്റേറിയൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന എങ്ങനെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള മനുഷ്യരെയൊക്കെ ഇത് അറിയിച്ചുകൊണ്ടല്ലാണ്ട് ഈ ദുരിതത്തിൻ്റെയും പ്രശ്നങ്ങളും എല്ലാവരും ഈ ഹൈറാർക്കിയിലായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും അപ്പുറത്തവനെ അടിക്കണം, ഇടിക്കണം, കൊല്ലണം എന്നുള്ള ഒരു വേറൊരു ഹൈറാർക്കിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ അത് തകർക്കണമെന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും സോഷ്യൽ കോൺസിക്വൻസിനെ കുറിച്ചും ആരും ബോധവാൻ വരില്ല. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയ സംഘാടനം വേണ്ടി വരും. അപ്പോൾ UN-ഉം വിവിധ ഓർഗനൈസേഷൻസും, ഈ പറഞ്ഞ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആയാലും, പ്രോജക്റ്റ് ഹോപ്പ് ആയാലും, അല്ലെങ്കിൽ UK മെഡ് ആയാലും, റെഡ് ക്രോസ് ആയാലും, ICRC ആയാലും, പിന്നെ വിവിധ ഓർഗനൈസേഷൻസ് വളരെ അപ്പോൾ അവർ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ സ്പെഷ്യലൈസ്ഡാണ്. അതും മിക്കവാറും ഒക്കെ ഓരോ ഏരിയ, പിന്നെ യുദ്ധത്തിനകത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും. ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേറൊരു ടീം ഉണ്ടാവും, വേൾഡ് ഫുഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ഈ ഫുഡ് എങ്ങനെ വിതരണം ചെയ്യുന്നുള്ളതാണ്.
IOM ഉണ്ട്, ഇന്ത്യൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ നടത്തുന്ന ആൾക്കാർ നോക്കാനായിട്ട്. മെഡിസിൻസ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് ആരോഗ്യ പ്രശ്നങ്ങളാണ് നോക്കുന്നത്. സേവ് ദി ചിൽഡ്രൻ്റെ കുട്ടികളുടെ കാര്യമാണ് നോക്കുന്നത്. അങ്ങനെ ഓരോ ഏരിയയിലും ഹാൻഡിക്യാപ്പ് ഇന്റർനാഷണൽ വെച്ച് കഴിഞ്ഞാലും ഈ കൈകാലം മുറിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർ നോക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ അത് ഇത്രയും വർഷത്തെ ഒരു ഹിസ്റ്ററി കൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻസും അങ്ങനെ സ്കിൽഡാണ്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഇതിനകത്ത് ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാര്യം ഒരു ഇതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ ലാത്തൂരിലൊക്കെ പോകുമ്പോൾ നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെട്ട് പോകുമ്പോൾ അവിടെ ചെന്നിട്ടൊന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ സാധനങ്ങളൊന്നുമില്ല. ഇത് ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ വേണം, മരുന്ന് വേണം, അതിന് ലോജിസ്റ്റിക്സ് വേണം, ഡോക്ടർമാർ മാത്രം പോരാ, വെള്ളം വേണം, വെളിച്ചം വേണം, ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഈ ഓർഗനൈസേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മളൊരു പാർട്ടാവുന്നതേ ഉള്ളൂ. പ്രാദേശികമായിട്ട് ഉള്ള മനുഷ്യരെയും കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇപ്പോൾ സാധ്യമാകുന്ന സിറ്റുവേഷനുകൾ ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഫോട്ടോസും ഇതിനോടൊപ്പം ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇങ്ങനെ എഴുതി പോകുന്നതുണ്ട്. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഏത് പ്രൊജക്റ്റിനകത്തും ഉണ്ടാവുക. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇതിനെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് കൊടുക്കാനോ സ്പെഷ്യലൈസ്ഡ് ആയിട്ട്, കാരണം യുദ്ധം ഒരു ഏത് സമൂഹത്തിൽ പുതിയ കാര്യമായിട്ടായിരിക്കും അവതരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പരിക്കുകളും അതിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ പോയി പരിചയമുള്ള ആൾക്കാർക്കാണ് അത് ഓർഗനൈസ് ചെയ്യാനും നടപ്പിലാക്കാനും സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. പരിക്കുകൾ പോലും വ്യത്യസ്തമാണ്, എല്ല് പൊട്ടൽ വ്യത്യസ്തമാണ്, സർജറീസ് ഈ പറഞ്ഞ ഗൺഷോട്ട് വൂൺസ് വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെയുള്ള സർജൻസിന് മിക്കവാറും അറിയായിരിക്കും. എങ്കിലും നമ്മൾ ആ ഒരു ഇൻസൈറ്റ് കൊടുക്കുക എന്നുള്ളത്, ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം, അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ്, അതിൻ്റെ ഓർഗനൈസേഷൻ ആസ്പെക്റ്റ്, ലോജിസ്റ്റിക്സ്, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെ തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടാണ് നമ്മൾ വലിയൊരു. ഞാൻ വർക്ക് ചെയ്ത ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിലാണെങ്കിൽ അവിടെ തന്നെ ഏകദേശം 500 പേരോളം സ്റ്റാഫുണ്ട്. പുറത്തുനിന്ന് വന്നവർ ഏകദേശം ഒരു 10-15 പേര് കാണുള്ളൂ. അപ്പം ബഹുഭൂരിപക്ഷവും അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. ആ സ്ഥലത്തുള്ള ഏത് പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പുറത്തുനിന്ന് മാത്രമായിട്ട് നടത്താൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ സംഘാടനം മുഴുവൻ നിൽക്കുന്നത്. അങ്ങനെയാണ് ഏത് സ്ഥലത്ത് പോയാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ട് കവർ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മളുടെ സംസാരം തീരുമ്പോഴേക്കും മൊത്തം ഷോയും കണ്ടു തീരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാന്ന് ഒരല്പം. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ, നമ്മളൊരു മിസൈൽ ഉണ്ടാക്കാൻ വരുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസിനെ കുറിച്ച്. ഒരു യുദ്ധസ്ഥലത്ത് ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം പോരാടുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ അവിടെ ഉണ്ട്, കുട്ടികളടക്കമുള്ളത്. ഒപ്പം അതിനെക്കുറിച്ചുള്ളൊരു നോട്ടും ഉണ്ട്. വളരെ വൈരുദ്ധ്യമുള്ളൊരു സിറ്റുവേഷൻ അല്ലേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ. ഡോക്ടർ നേരിട്ട് അത് കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? നമുക്കൊരിക്കലും അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ ജനങ്ങൾ ഒരിക്കലും ഫേസ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ. വിശപ്പ് ഒരു ആയുധമാവുമ്പോൾ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ, സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ സാധാരണ മനുഷ്യർ വളരെ സ്നേഹത്തോടെയൊക്കെ കഴിയുന്നത്, ഇതൊക്കെ എല്ലാം ഉള്ള സമയത്താണ് സ്നേഹവും ഇതൊക്കെ ഉണ്ടാവുക. നമ്മൾ അത് ഭക്ഷണത്തിൻ്റെ അളവും വെള്ളത്തിൻ്റെ കിട്ടുന്ന അളവും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമൊക്കെ ടൈറ്റ് ആകുമ്പോഴേക്കും അത് ഒരാളെ ഒന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ മറ്റേ ആൾ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ അത് കൊടുക്കാതിരുന്നാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് ആ റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള കടിപിടി, എല്ലാവരുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ ഒരു പീസ് ഓഫ് ഒരു ഹങ്കറിൻ്റെ ഈ പറഞ്ഞ കിട്ടുന്നൊരു ഭക്ഷണത്തിൻ്റെ അളവ് അനുസരിച്ചാണ്. ആ ഭക്ഷണം എങ്ങനെയാണ് കൈക്കലാക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ നിർണ്ണയിക്കുന്ന സംഭവമായിട്ട് മാറും. അപ്പോൾ നീയോ ഞാനോ എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാനാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ള ഫീലിങ്ങിനാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ പ്രാകൃതമായിരിക്കാം,
നമുക്ക് പക്ഷെ അങ്ങനെ തന്നെയാണ് എല്ലാ സൊസൈറ്റീസിനും എത്തിയിട്ടുള്ളത്. നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാനിബാലിസം അടക്കമുള്ള കാര്യങ്ങൾ, മനുഷ്യർ തന്നെ കൊന്നു തിന്നുന്ന കാര്യങ്ങൾ അടക്കം എത്തുന്നത് ഇതിൻ്റെ ഒരു അങ്ങേയറ്റത്തെ സംഭവമായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അയാൾ ഈ പറഞ്ഞ മഹമ്മൂദിൻ്റെ ഞാൻ കഥ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. മഹമ്മൂദ് എൻ്റെ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നത് അയാളുടെ വീട്ടിൽ 15 പേരുണ്ട്. അയാളുടെ ഭാര്യയും കുട്ടികളും, അയാൾ 2 സഹോദരന്മാർ ഇതുപോലെ തന്നെ ഈ ഭക്ഷണം നോക്കാൻ പോകുന്നിടയ്ക്ക് മരിച്ച ആളാണ്. ഒരാൾ ഈ പറയുന്ന സ്റ്റാമ്പേഡിൽ ഈ ഭക്ഷണം വാങ്ങിക്കാൻ പോയിട്ട് അതിനകത്ത് ചവിട്ടി വധിച്ച് പോയതും, ഒരാൾ ഈ പറയുന്ന ട്രക്ക് കയറി മരിച്ച ആൾ. അപ്പോൾ അവരുടെ കുടുംബം, വീട്ടിലെ അച്ഛനമ്മമാർ, അങ്ങനെയുള്ള നിരവധി ആൾക്കാരാണ് ഉള്ളത്. അപ്പം അതിനകത്ത് ഇയാൾ മാത്രമാണ് ഒരു ഭക്ഷണം വാങ്ങിക്കാൻ പോകാനായിട്ട് എന്തെങ്കിലും ആരോഗ്യമുള്ള മനുഷ്യൻ. അയാൾ ഈ കുടുംബത്തിൻ്റെ ഈ 15 പേരുടെയും ജീവിതത്തിൻ്റെയും തമ്മിലുള്ള നൂൽപ്പാലമാണ്. അയാൾക്ക് അവിടെ പോയേ പറ്റൂ. വേറൊരു ഓപ്ഷനില്ല ജീവിതത്തിനകത്ത്, ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അയാളതെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഡിസ്ക്രിപ്ഷൻ, അയാൾക്ക് ഈ പറഞ്ഞ 2 ഭാഗം, ഒന്ന് ജീവൻ രക്ഷിക്കണം, കാരണം ഇത് നൂൽപ്പാലം പൊളിഞ്ഞു കഴിഞ്ഞാൽ 15 പേര് വീണ്ടും പ്രശ്നമാവുന്ന അയാൾക്കറിയാം. അപ്പം അയാൾ അതിരാവിലെ എത്ര നേരത്തെ പോയാൽ നേരത്തെ മരിക്കാനുള്ള സാധ്യതയാണ്, താമസിച്ചു പോയാൽ ഭക്ഷണം കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ്. ഇത് 2 ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഒരു 10 മണിക്കൊക്കെ എത്തിപ്പെടുമ്പോൾ അയാൾ രാത്രി 10 മണിക്ക് എത്തുമ്പോൾ അവിടെ നിറച്ചു ഇങ്ങനെ ജനക്കൂട്ടമാണ്. ഒരു 10, 30,000, 40,000 ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ടാവും. ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ടവറിൽ ഇവർ കാണാൻ പറ്റും. അപ്പോൾ ഒരു വെടിവെപ്പ് തുടങ്ങും. വെടിവെപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിഭീകരമായ വെടിവെപ്പാണ്. ഇതിനെ കടോടാന്ന് പിന്നെ വീഡിയോ എൻ്റെ കടോടാന്ന് കേൾക്കൊണ്ടിരിക്കും. അപ്പോൾ കിടന്നിട്ട് തല പൊക്കിയാൽ തല പോയി. അപ്പോൾ ഇയാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. മരിക്കുന്ന ആൾക്കാരെ എടുക്കാനൊന്നും പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ അയാൾ മരിക്കും. ഇവർ രാത്രി മുഴുവൻ ഈ കിടന്നിട്ട് ഈ രക്തത്തിൽ കുളിച്ചിട്ടാണ് ഇവർ 10 മണിയാകുമ്പോൾ എഴിച്ചു പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഡ്രോണിൻ്റെ പരിശോധന, അത് കഴിഞ്ഞിട്ട് ഈ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസർ വയർ വെച്ചിട്ടുള്ള ക്യൂ ഉണ്ട്. അതിലൊക്കെ ഈ പറഞ്ഞ വളരെ നേർത്ത വയറുകളാണ്. അതൊക്കെ വെച്ച് മുറിഞ്ഞു പോയിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ രക്തത്തിൽ കുളിച്ച് കുപ്പായം എല്ലാം ഈ രക്തത്തിലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ അടുത്ത വെല്ലുവിളിയാണ്. ഈ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വലിയ പാടുപെടലുണ്ടല്ലോ, അതിനേക്കാൾ എളുപ്പമാണ് ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന ഭക്ഷണം, വാങ്ങിച്ച് കിട്ടുന്ന ഭക്ഷണം അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ അത് അപഹരിക്കുക എന്നുള്ളത്. അത് ചെയ്യും. അതിനുവേണ്ടി വലിയ മാഫിയുണ്ട്. അപ്പോൾ അവരും ഇവരുമായിട്ട് തമ്മിൽ യുദ്ധമുണ്ടാവും. അപ്പോൾ ഇവർ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടീമിനെ ഇവർ സജ്ജമാക്കും. ഇങ്ങനെ ഒരു കാലത്തൊക്കെ കാഷ്വാലിറ്റി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ തലേ ദിവസം മരിച്ചവരുടെ ഒരു വലിയ കൂട്ടമൊക്കെ ഇങ്ങനെ ഇത് കൂട്ടിയിട്ടിട്ട് അത് ഈ കഴുതവണ്ടിയിലും കുതിരവണ്ടിയിലുമായിട്ട് രാവിലെ അങ്ങ് എത്തും. അപ്പോൾ അത് മിക്കവാറൊക്കെ മരിച്ചിട്ടുണ്ടാവും ആൾക്കാർ. അല്ലാത്ത ആൾക്കാർ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുത്തുമ്പോഴാണ് അടുത്ത ഈ ക്യൂവിൽ നിന്നിട്ട് പോയിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത റൗണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള കലാപം. അത് കഴിഞ്ഞിട്ട് ഈ ട്രക്ക് വരും. ട്രക്കിൽ ഈ നമ്മൾ ഈ ഡൂൺ സിനിമയിൽ കാണുന്ന പോലെ മണ്ണിലിങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന ആൾക്കാരാണ് അവർ. ഈ ട്രക്ക് പോകുമ്പോഴേക്കും ചാടി വലിഞ്ഞു കയറും. ഡ്രൈവറെ പിടിച്ച് കുത്തി അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ച് അയാൾ തല താഴെയിടും. വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ച് മറിഞ്ഞു വീണ വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഈ പറയുന്ന ജല്ലിക്കെട്ടിലെ സിനിമ പോലെ ഇങ്ങനെ കൂട്ടം കൂടി ആ ഭക്ഷണം എടുക്കാനായിട്ടൊരു ഓട്ടമുണ്ട്. അതിനിടയ്ക്കുള്ള വെടിവെപ്പ് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത, നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത ഇങ്ങനെ സീനുകളാണ്. അയാൾ പറയുന്ന സീനുകൾ അതൊക്കെ തരണം ചെയ്തിട്ട് അയാൾ ഒരു പ്രാവശ്യം വീണ് കയ്യിലെല്ല് പൊട്ടി അത് ചികിത്സിച്ചു. അടുത്ത് കഴിഞ്ഞ് രണ്ടാമത് വന്നിട്ട് വീണ്ടും സ്റ്റാമ്പേഡിൽ പെട്ടിട്ട് ഈ പറഞ്ഞ വാരിയിൽ കൂട്ടിയിട്ടാണ് എൻ്റെ കൂടെ നമുക്ക് വരുന്നത്. പിന്നെ ഇതുപോലെയാണ് ഓരോ സിറ്റുവേഷൻസും നിൽക്കുന്നത് അങ്ങനെയാണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ നടന്നിങ്ങ് വന്ന ചിത്രങ്ങൾ കാണുമ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ചിത്രമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധഭൂമിയിൽ വിവാഹം നടക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്പേസ്.
അവിടെ ഒരു ദിവസം 10-15 ഒക്കെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാവുന്ന ഒരു സ്പേസിൽ, ആക്രമിക്കപ്പെടാവുന്ന ഒരു സ്പേസിൽ പരസ്പരം സ്നേഹിക്കാനും അടുത്തൊരു തലമുറയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും നാളെ ഒരു നല്ല ദിവസം ഉണ്ടാവുമെന്നും തങ്ങളുടെ തലമുറ തുടരും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സ്പേസും കൂടിയായിട്ട് ഇത്തരം ഇടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതല്ലേ യഥാർത്ഥത്തിൽ നാളെക്കുറിച്ചൊരു നല്ല പ്രതീക്ഷ ഉണ്ടാവുന്ന ഒരു സ്പേസ് ഉണ്ട് എന്ന് ലോകത്തിനോട് പറയുന്നതല്ലേ ശരിക്കും പലസ്തീൻ്റെ ഒരു സന്ദേശവും അവരുടെ ഒരു നിലനിൽപ്പും പ്രതിരോധവും ഒക്കെ? എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ് ഉള്ളത്. ഒന്ന്, യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഏത് സമൂഹത്തിനകത്തും ഉണ്ടാവുന്ന ഈ ഒരു സ്പീഷീസ് നിലയിലേക്ക് നിൽക്കാനുള്ളൊരു ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം ബാക്കി അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരുടെയും ധാരണ സ്പീഷീസ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്പീഷീസ് ഒടുങ്ങുമെന്നുള്ള ധാരണയിൽ നിന്നാണ് അതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സ്പീഷീസ് നിൽക്കാനുള്ള ഒരു ഫൈറ്റ് അതിനകത്തപ്പെടുന്നുണ്ട്, ഫൈറ്റ് ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറിച്ച് പറയാതിരിക്കുന്നത്, സ്ത്രീകൾ അവിടെ അവർ ചെയ്യുന്ന ഒരു വലിയ സമരമാണത്. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കാൻ വകയില്ലാതെ, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനകത്ത് പോലും ഒരു അടുത്ത തലമുറയെ, അത് ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആലോചിക്കാൻ കഴിയാത്ത സാധനമാണ്. യുക്രൈനിൽ അങ്ങനെയൊന്നുമില്ല. യുക്രൈനിൽ ഈ പറയുന്ന സ്ത്രീകളെല്ലാം പോവാണ്, ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് പോവാണ്, അവർ നേരെ യൂറോപ്പിലേക്ക് പോവാണ്. ഇതേ സംഭവം നടക്കുന്ന വേറെ രീതിയിലാണ് അവിടെ നടക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം അങ്ങ് പോവാണ്. അപ്പോൾ ഇതൊരു ഈ പറയുന്ന ഒരു ടെൻറ്റിനകത്ത് 15-25 പേരൊക്കെയാണ് ജീവിക്കുന്നത്. അതിനകത്തു നിന്നാണ് ഒരു കുട്ടി ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാക്കുന്ന ഒരു മുഹൂർത്തങ്ങളൊക്കെ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട്. കാരണം ഞാനിപ്പോൾ ഒക്ടോബറിൽ വരുമ്പോൾ പ്രസവം കഴിഞ്ഞ് നമ്മളെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. നമ്മളെ സ്റ്റാഫിൻ്റെ കുട്ടികൾ പ്രസവിക്കുന്നു, ഭാര്യമാർ പ്രസവിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സാധിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും ഒരു സമയം ഉണ്ടാക്കിയിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മൊത്തം ഒരു സമൂഹം എടുക്കുന്ന ഒരു എഫേർട്ട്, ഒരു കുലം നിലനിർത്താനോ ഇല്ലെങ്കിൽ സ്പീഷീസ് നിലനിർത്തൽ എന്ന് പറയുന്നത്, സ്പീഷീസിൻ്റെ ഈ അതിജീവനം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും മരിക്കുമ്പോഴും അത് നമ്മൾ പുറത്ത് ചെലുത്തുന്ന ഒരു സംഭവമാണ്. അതാണ്. അല്ലാതെ ഈ പറയുന്ന പലസ്തീൻ മാത്രമല്ല അങ്ങനെ സംഭവിക്കുന്നത്, ഏത് യുദ്ധത്തിനകത്തും ഇത് സംഭവിക്കുന്നതാണ് എൻ്റെ ഈ കുലം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ്. ഇത് ആത്യന്തികമായ ഫൈറ്റ്. ഇപ്പോഴും സയണിസം വർക്ക് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നമ്മളുടെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, എല്ലാ സമൂഹങ്ങളിലുണ്ട്, കലാകാരടക്കമുള്ള മനുഷ്യന്മാരുണ്ട്. എന്തുകൊണ്ട് പാലസ്തീൻ? എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ വേൾഡിനകത്ത് പോകുമ്പോഴാണ് ഇതിനേക്കാൾ രൂക്ഷമായിട്ടും വർഷങ്ങളായി നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാവും. സൊമാലിയ യുദ്ധം ഇതിനെക്കാട്ടിയും വളരെ പഴയതാണ്. സൊമാലിയയിൽ ഇപ്പോഴും നടക്കുകയാണ്. ഇതിനേക്കാളും രൂക്ഷമാണ്. നമുക്ക് ഈ പലസ്തീനുമായിട്ടുള്ള ഒരു ഭയങ്കര ബന്ധമുണ്ട്, ഒരു ഓൺഗോയിങ് ഫൈറ്റാണ് അത്. അതിൻ്റെ ഹിസ്റ്ററി വളരെ പെക്യുലർ ഹിസ്റ്ററിയാണ്. വളരെ ഒരു ബോയിലിംഗ് പോട്ടായിട്ടുള്ള സ്ഥലമാണ്. എല്ലാ റിലിജിയൻസും അവിടെ കയറി ഇറങ്ങി നടന്ന് അതിൻ്റെ ഹിസ്റ്ററി വെച്ച് അത്രയും സങ്കീർണമായിട്ടുള്ള ഹിസ്റ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ടുള്ളൊരു ആത്മബന്ധമുള്ള സ്ഥലമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾക്ക് അവിടെയുള്ള ഒരു ഇഷ്യൂസ് അത് ഭയങ്കര ടിപ്പിക്കലാണ്. അത് പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മൾ പോകുമ്പോൾ ഞാനത് അവിടെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ് തിരിച്ചു വരുന്ന UAE നമ്മുടെ സുഹൃത്തുക്കളും സൗദി അറേബ്യയിലെ സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ പറയുന്ന ഈ ആയുധം മുഴുവൻ കൊടുക്കുന്നത്, ഇതൊരു വഴിയാണ് കൊടുക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങളത് ഈ പറയുന്ന ഒരു സൈഡിൽ ഒരു ബ്രദേഴ്സ് എന്ന് വിളിക്കുകയും മറു സൈഡിൽ ഇതിനെ ഡിസീവ് ചെയ്യുന്ന ആ ജെനോസൈഡിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ സമൂഹം എന്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അവിടെ സമൂഹം പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഒന്നും ഡെമോക്രസി ഇല്ല എന്നുള്ളതാണ്. എല്ലാ ഭരണകൂടങ്ങളും വാസ്തവത്തിൽ ഹൈറാർക്കിയായിട്ടുള്ള മുഴുവൻ ഭരണകൂടങ്ങളും ഇസ്രയേലിൻ്റെ ഭാഗത്താണ്. കാരണം അവരുടെ സൊസൈറ്റിക്കകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലാഭം കൊയ്യുന്ന ഏർപ്പാടുകൾ മാത്രമായിട്ട് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസിനപ്പുറത്തേക്ക്
അതിന് മുകളിലാണ് ലാഭം എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഭവമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ഈ ആയുധം കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് പെട്രോൾ കൊടുക്കുന്നു, ഡീസൽ കൊടുക്കുന്നു, എല്ലാ ഫ്യൂവലും കൊടുക്കുന്നു. ജനോസൈഡാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ടി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് എതിരെ നിൽക്കുന്ന മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിൽക്കുന്ന സാധാരണ മനുഷ്യന്മാരാണ്. അപ്പോൾ ഡെമോക്രസി ഇല്ലാത്ത സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉദിക്കുന്നേയില്ല. സാധാരണ മനുഷ്യന്മാർക്ക് പുറത്ത് അക്ഷരം പറയാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളും. രാജ്യം മിണ്ടിക്കഴിഞ്ഞാൽ അകത്താണ്. അതുകൊണ്ട് ഒരു അക്ഷരം പറയാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ ഒരു ഡെമോക്രസിക്കകത്ത് വോയിസ് റൈസ് ചെയ്ത് കഴിഞ്ഞാലും ആ റൈസ് ചെയ്യുന്ന വോയിസിനെ സെൻസിറ്റീവായി എടുക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് വാസ്തവത്തിൽ യൂറോപ്പ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത്. അമേരിക്കയിലെ പോസിബിലിറ്റി ഇല്ല. വലിയ രാജ്യമാണ്, ആ മൊത്തമായിട്ട് ഭയങ്കര റിലീജിയസ്ലി ഫെനാറ്റിക് രാജ്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഡെവലപ്ഡ് റിലീജിയസ് ഫെനാറ്റിസം മാത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. ഈ പറയുന്ന ബാക്കിയുള്ള ഈ വിപരീതമായി നിൽക്കുന്ന സാധനം അവരാണ് മൊത്തം നടത്തുന്നവരാണ്. ഈ ഇസ്രായേലിൽ പുറകെ നടത്തുന്ന പ്രോക്സി വാറാണ്. അപ്പോൾ കാനഡയും ബാക്കിയുള്ള രാജ്യങ്ങളിലും ഈ ഉള്ള സാധാരണ ജനങ്ങൾ അവർ ഇത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന സമരമാണ് വാസ്തവത്തിൽ ഒരു ഡിസിസീവ് ആയിട്ടുള്ളത്. ഇന്ത്യക്കകത്തും ഇന്ത്യയും സപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഓയിലൊക്കെ. നമ്മളും ഇതിനകത്ത് പങ്കാളികളാണ്. ഈ ജനോസൈഡിൽ ഞാനും നിങ്ങളും അടക്കം പങ്കാളികളാണ്. നമ്മൾ ടാക്സ് തന്നെയാണ് ഈ ജനോസൈഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അത് റിയാലിറ്റിയാണ്. പക്ഷേ നമ്മൾ കേരളത്തിൽ ഒരു പാവയ്ക്ക പോലെ സ്ഥലത്ത് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഈ പ്രതിഷേധമെങ്കിലും ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു വാക്കൊന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇവിടെ ഉണ്ടായിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ ഗുഹക വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സൗകര്യം എന്ന് പറഞ്ഞ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലോ എന്ന് നമുക്കൊരു ഫീലിങ്ങിനപ്പുറത്തേക്ക് എഫക്റ്റീവായിട്ട് ഒരു സമൂഹത്തിൻ്റെ റിയാക്ഷൻ ആ മേഖലയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആ വേൾഡിനകത്ത് അവരുടെ കൂടെ നിൽക്കുന്നത് ആകെ കൂടെ എങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ ഹൂത്തീസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു എതിർ ശബ്ദം പുറപ്പെടുവിച്ചിട്ടുള്ളത്. റഷ്യയൊക്കെ പിന്നെ അവർ വേറെ കുടുങ്ങി കിടക്കുകയാണ്. ചൈന ഇതിൽ പങ്കെടുക്കുന്നുമില്ല. ഈ ഒരു വേൾഡിലെ അതുകൊണ്ടാണ് ഞാൻ അത് അവസരം പറഞ്ഞത്. ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എവിഡൻ്റ് ആണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഗാസ ഇല്ലാണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വളരെ എവിഡൻ്റ് ആണ്. ആൾക്കാർ ചുമ്മാ അത് പേരിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അവരുടെ കൂടെ നിൽക്കുന്നുവെന്നും ബ്രദേഴ്സെന്നും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇൻ റിയാലിറ്റി അവരെല്ലാവരും ഇസ്രായേലിൻ്റെ കൂടെയാണ്. അവർക്ക് ഈ പറയുന്ന പതുക്കെ എങ്കിലുമൊക്കെ 10 വർഷം കൊണ്ട് ഇതൊക്കെ തുടച്ചേക്കാറ്. ഇപ്പോൾ വളരെ ചെറിയ സ്ഥലമായില്ലേ. നേരത്തെ ഇതിനെക്കാട്ടി വലുതായിരുന്നു. ഓരോ പ്രാവശ്യം ഒരു യുദ്ധം കഴിയുന്നതുകൊണ്ട് ചെറുതായി വരുന്നു. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 10-1 ഉള്ളൂ. അവിടെയാണ് ഈ 2.1 മില്യൺ ആൾക്കാർ നിൽക്കുന്നത്. അവരിപ്പോൾ ഈ പറഞ്ഞ രോഗം പിടിച്ച് അടുത്ത് ബോംബ് വീണ് അസുഖങ്ങൾക്ക് മരുന്ന് കിട്ടാതെ അങ്ങനെ പല രീതിയിൽ ഒടുങ്ങിപ്പോവും. കുറേ പേര് പുറത്തു പോകുമായിരിക്കും. അങ്ങനെ തീരുന്നൊരവസ്ഥ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഒരു വേൾഡിലേക്ക് ഒരു മാറ്റം ഞാൻ ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മളുടെ കേരളം വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്പേസാണ്. ആ രീതിയിൽ അങ്ങനെ ഒരു വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് പിന്നീട് വളരെ എന്താ പറയുക അതിഭീകരമായിട്ടുള്ള യുദ്ധവും കെടുതികളുമുള്ള സ്പേസിലേക്ക്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്താ അങ്ങനെ പോകാനുള്ളൊരു? എനിക്ക് തോന്നുന്നു ഒരു മേ ബി ഒരു ട്രേറ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ ചെറുപ്പം മുതലൊക്കെ നമ്മൾ നാഷണൽ സർവീസ് സ്കീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലാത്തൂരിൽ 91-ലൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു ടീമൊക്കെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ടീമൊക്കെ പോയിരുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചത്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മൾ വെറുതെ കുറേ ഡോക്ടർമാരും ഒക്കെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അവിടെ ഒരു വലിയ ടെൻറ്റ് ഹോസ്പിറ്റൽ തുടങ്ങും. ഒരു വലിയ കണ്ടെയ്നർ കൊണ്ടുവന്നിട്ട് കണ്ടെയ്നറിനകത്ത് നിന്ന് തോർത്തി വെച്ച് ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കുകയാണ്. അവർക്ക് വോളണ്ടിയേഴ്സിനെ വേണം. അപ്പം നമ്മൾ അതിന് ഫിറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന്. ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന് കൈ വീശി പോകുന്നതിനപ്പുറത്തേക്ക് അതിന്
ഡിസാസ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം, അതിന് ലോജിസ്റ്റിക്സ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവണം. ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരു വലിയ സംവിധാനം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ അവർ കൂടെ തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ PG കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പോയി ഇങ്ങനെ അവരുടെ കൂടെ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ വേറെ ഓർഗനൈസേഷൻസ് മാറി പോകാൻ തുടങ്ങി. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആണ്. പക്ഷെ എന്നാലും അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ നമുക്കങ്ങനെ ഒരു വേൾഡ് ഇല്ല. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ആൾക്കാർ മുഴുവൻ യുദ്ധങ്ങളിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ യമനിൽ നിന്നുള്ള ആൾക്കാർ, സിറിയയിൽ നിന്നുള്ള ആൾക്കാർ, ആഫ്രിക്കയിൽ ഇവിടുന്ന് സുഡാനിൽ നിന്നോ എത്യോപ്യയിൽ നിന്നോ. കാരണം അവർക്ക് യുദ്ധം പരിചിതമാണ്. നമ്മൾ പോകാത്ത യുദ്ധം നമുക്ക് പരിചിതമല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് പേടിയാണ്. ഞാൻ പലപ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് വണ്ടി കയറിയിട്ട് ആൾക്കാർ കൂട്ടമായിട്ട് ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മൾ കാണുന്നത്. അവർക്കത് ഈ യുദ്ധം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുമ്പോഴും, ഞാൻ ആദ്യം പോകുമ്പോഴും വീട്ടിൽ പറയുമ്പോൾ ഞാൻ ദുബായി പോകുന്നു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിടില്ല. അതിപ്പോൾ കോവിഡിന് അങ്ങനെയായിരുന്നു. കോവിഡിൽ നമ്മൾ മുംബൈയിൽ പോയപ്പോഴും കുട്ടികളൊക്കെ യങ്ങായിട്ടുള്ള ആൾക്കാർ വരാൻ തയ്യാറാണ്, പക്ഷെ അവർ വിടൂല. പാരൻസ് പറയും പറ്റത്തില്ലെന്ന്. ഈ പാരൻസിനെയൊക്കെ മുഴുവൻ അവർ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഈ പേരൻസ് അവസാനം പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ കയറണ്ട, ഇനി തിരിച്ചു വരണ്ട, നിന്റെ കൈയും കാലും വെട്ടും നടക്കം പറഞ്ഞിട്ടാണ്, ആ ഭീഷണിയൊക്കെ തരണം ചെയ്തിട്ടാണ് കുട്ടികളൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ സോഷ്യൽ പ്രഷർ നമുക്ക് പരിചിതമില്ലാത്തത് കൊണ്ടും, അതേസമയം നമ്മൾ ഈ റോഡിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആയ റോഡാണ്. നമ്മൾ മെഡിക്കൽ കോളേജിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഒരു ദിവസം നമ്മൾ 50 മുതൽ 70 സർജറിക്ക് ആണ് ഓർത്തോപെഡിക്സിൽ മാത്രമായി ചെയ്യുന്നത്. ഇത്രയും സർജറി ഒരു യുദ്ധത്തിലും ചെയ്തിട്ടില്ല. ഇതെല്ലാം റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. നമ്മൾ ഈ ഇറങ്ങി നടക്കുന്ന റോഡിലാണ് ഇതെല്ലാം നടക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയ റോഡിൽ നടക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് പരിചിതമാണ്. ഇവിടെ മരിക്കുമായിരിക്കും, പക്ഷെ പരിചിതമാണ്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കുന്നത് കുഴപ്പമില്ലെന്നാണ് നമ്മൾ ധാരണ. പക്ഷെ അവിടെ നമ്മൾ പരിചിതമല്ലാത്തതുകൊണ്ട് വിടുകയില്ല, ആളിന് പോകാൻ സമ്മതിക്കുകയില്ല. ഒരു പക്ഷേ ഇവിടെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഗാസയിൽ പോയി ജീവിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ മറ്റേ തോക്കും സിറിഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, അനുഭവങ്ങളുടെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസുകളൊക്കെ, അതേക്കുറിച്ച് കൂടി ഒന്ന് പറയും. അത് വാസ്തവ ഇങ്ങനെ പോയിട്ടുള്ള പല സ്ഥലങ്ങളിലെയും നമ്മൾ പരിചിതമല്ലാത്ത സൊസൈറ്റീസ്, ട്രൈബൽ സൊസൈറ്റീസ്, അത് അവിടെ ഉണ്ടാകുന്ന, നമ്മൾ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ ബിസെയറായിട്ടുള്ള, നമ്മൾ ആലോചിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ടോട്ടലി ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് നമുക്ക് മനസ്സിലാകാൻ പറയുന്നത്. നമുക്ക് അത് എനിക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ, ഞാൻ ഈ കഥ വന്ന് നാട്ടിലെ ആൾക്കാരോട് പറയുമ്പോഴാണ് അവർ അങ്ങനെ സംഭവിച്ച് പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന എൻ്റെ വാല്യൂവിനെ കുറിച്ച്. ഈ പറഞ്ഞ ഇതൊരു വാല്യൂവിൻ്റെ പറഞ്ഞ അങ്ങനത്തെ സിറ്റുവേഷൻസ്. ഇപ്പോൾ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് ഒരാൾ വന്നിട്ട്, ഒരു വലിയ ഫ്രഞ്ച് ആർമിയുണ്ട്. ഫ്രഞ്ച് ആർമി നിൽക്കുന്നിടത്ത് ഒരു ദിവസം ഒരു 5 ട്രക്കിലാണ് വരുന്നത് പട്ടാളക്കാർ വന്നിട്ട്. അപ്പോൾ ഇവരെങ്കിലും അഴിച്ചുകൂടി. ഞാൻ മാത്രമുണ്ട്, ഞാനും കുറച്ച് അവിടുത്തെ സ്റ്റാഫ് മാത്രമുണ്ട്. അവർ വന്നിട്ട് ഒരു ലിസ്റ്റ്, ഒരു പേപ്പറിൽ കുറച്ച് നമ്പർ എഴുതുകയാണ്, കുറേ നമ്പർ എഴുതുകയാണ്. അപ്പം ഞാൻ എന്താ ഈ നമ്പറെന്ന് ചോദിക്കുമ്പോൾ ഒന്ന്, ഈ ബെഡിലെ ആൾക്കാർ വേണമെന്ന് വെടിവെക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ട്, ഹോസ്പിറ്റലിൽ നമ്മൾ വെടിവെക്കുന്ന മനസ്സിലായി, ഇത് ഇന്നെ ചെറുതി പിടിച്ചിട്ട് അവർ വെച്ച് കഴിഞ്ഞു, അവരെ വേണം, അവരെ വിട്ടുതരണം. അപ്പോൾ നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് ഇവരോട് നെഗോഷിയേറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. ജീവിതത്തിൽ അങ്ങനെ ഞാൻ നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇവരെ പറഞ്ഞ ഇവർക്ക് വേണ്ടി സിഗരറ്റ് കൊടുക്കുന്നു, ചായ ഇട്ട് കൊടുക്കുന്നു, അവിടെ ഇരിക്കാൻ പറയുന്നു, എൻ്റെ പഴയ കഥകൾ പറയുന്നു, ഇടയ്ക്ക് ചിരിക്കുന്നു. ചിരിക്കുമ്പോഴേക്കും അവർ മനസ്സിലാവും, ചിരിച്ചു പോയെന്ന് മനസ്സിലാവും. അവർ പറഞ്ഞ് ചിരിക്കുക നിർത്തിയിട്ട് പറയും, നീ എന്നെ കൊണ്ട് നമ്മളെ ചിരിപ്പിക്കണ്ട, ഇത് കണ്ടോ തോക്കാണ്, തലയെ വെച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ തട്ടിപ്പോവും. അങ്ങനെ ഇങ്ങനത്തെ ഒരു വളരെ ബിസെയർ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചേർത്ത് വെച്ചിട്ട് എഴുതിയത്. ഞാൻ അവിടെ പോകുമ്പോൾ ഇങ്ങനെ എഴുതുന്ന ലേഖനങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ആ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് എഴുതിയിട്ടുള്ളത്. അത് കുറച്ച് വർഷത്തെ ഇങ്ങനെ ഇൻസിഡൻസ് ആണ്. അല്ലാതെ ഒരു സ്ഥലത്ത് ഇപ്പം ഗസയെ കുറിച്ച് ഇപ്പോൾ എഴുതുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി ലേഖനങ്ങൾ എഴുതിയപ്പോൾ അതൊരു പുസ്തകമാക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മാതൃഭൂമി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പുസ്തകമാക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ എക്സിബിഷൻ തന്നെ ഒരു ഫോട്ടോ പുസ്തകമാക്കി എടുക്കാനിട്ട് പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എഴുതി. സോ അതാണൊരു
എഴുത്തിനെ കുറിച്ച് ഇനി അങ്ങനെ പറയാനുള്ളത്. അത് ഒരു വ്യത്യസ്തമായ അതിനകത്ത് ഗസയും കൊണ്ട് ഒരു ചാപ്റ്ററേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം പോയതിനു ശേഷമുള്ള ഒരു ചാപ്റ്ററേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് മാത്രം പറയാനുണ്ട്. കാരണം ഇത് വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. വേറെ ഈ ഡേഞ്ചറസിനപ്പുറത്തേക്ക് ഒരു ജനോസൈഡിന്റെ ഒരു വിറ്റ്നസിങ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകത. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് ഒരു ജനോസൈഡ് വിറ്റ്നസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമില്ല. അതിനകത്ത് നിന്ന് വിറ്റ്നസ് ചെയ്യുക എന്നുള്ളത് അത് എന്തായാലും പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് ഇത് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്രയേറെ പ്രതിസന്ധി അത് തന്നെയായിരിക്കാം പലസ്തീനിലെ ജനതയോട് ലോകം മുഴുവനുമുള്ള മനസാക്ഷിയുള്ള ആളുകൾ ഐക്യപ്പെടുന്നതിനുള്ള പ്രധാന കാരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വംശഹത്യയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. എല്ലാ ക്യാരക്ടേഴ്സും വാസ്തവത്തിൽ അതിനകത്തുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പറഞ്ഞ അത് വളരെ പ്രത്യേകതയുള്ള, ഞാൻ പറഞ്ഞത് വളരെ പ്രത്യേകതയുള്ള വംശഹത്യ. ഒരു ക്ലോസ് സ്പേസിനകത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലും ഉണ്ടാക്കുക, ആരും ചോദിക്കാതിരിക്കുക, ആരും ചോദിക്കാനും പറയാനും ആരുമില്ല, വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് പകൽ വെളിച്ചത്തിൽ നടത്തുക, എല്ലാ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സും എടുത്ത് കാട്ടി പറത്തുക. ദിസ് ഇസ് ലൈക്ക് സംതിങ് ടോട്ടലി ഔട്ട് ഓഫ് നമ്മൾ മുമ്പ് നടന്നിട്ടുള്ള മുഴുവൻ ജനോസൈഡ്സിൻ്റെയും പാറ്റേണിന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ. അത് നമ്മൾ മുമ്പത്തെ ജനോസൈഡ്സ് പരിശോധിക്കുമ്പോൾ അറിയാം, വളരെ രഹസ്യമായിട്ട് ആരും കാണാതേക്ക് നടത്തിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വളരെ ഓപ്പണായിട്ട് നടത്തുക. അത് തന്നെ എല്ലാവരും അത് മിണ്ടാതിരിക്കുന്നു, നിസ്സംഗരായിരിക്കുന്നു. അതടക്കം ഒരു ഇതിനകത്ത് നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്യുകയും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് തന്നെയാണ് ഞാൻ ഈ എക്സിബിഷൻ കാണുമ്പം എനിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. കാരണം ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് യുദ്ധം എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് സാധ്യമാവുന്ന കാര്യം നമ്മളുടേതായ രീതിയിൽ ആ സമയത്തെ അടയാളപ്പെടുത്തി വെക്കുകയും വരും തലമുറയ്ക്ക് അതൊരു റെഫറൻസ് ആയിട്ട് തീരുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു.